തീർച്ചയായിട്ടും ഞാൻ കറക്റ്റാണത്. എനിക്ക് തോന്നുന്നു ലോകത്ത് ആളുകൾ കണ്ടതായി നമ്മൾ രേഖപ്പെടുത്തുന്ന സിനിമ അടൂരിൻ്റെയാണ്. പക്ഷെ അടൂരിൻ്റെ സിനിമകളാണ് ഈ ജനപ്രിയ സിനിമകളെക്കാൾ സാമൂഹ്യ വിരുദ്ധമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വയംവരം എന്നുള്ള സിനിമ വെറുതെ നോക്കുക. അതിനകത്ത് ഈ തിരുവനന്തപുരം നഗരത്തെ ഭീതിയായി കാണുന്നൊരു സിനിമയാണത്. ഒരു പക്ഷെ കൊല്ലത്തുനിന്ന് അവനെ സാധ്യത. രണ്ടുപേര് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ പ്രണയിച്ചോ നഗരത്തിൽ ചെല്ലുവാണ്. പിന്നെ നഗരത്തെ പേടിക്കുകയാണ്. നഗരം എന്ന് പറഞ്ഞാൽ നരകമാണെന്നും നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാണെന്നും പറയുന്നൊരു നറേഷൻ നമുക്കുണ്ട്. ഏത് നാട്ടിൻപുറ നന്മകളാൽ സമൃദ്ധം? എൻ്റെ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമല്ല. ഈ ജാതിയും ഈ പ്രശ്നങ്ങളും വംശീയത എല്ലാം നിലനിൽക്കുന്ന നാട്ടിൻപുറത്താണ് ഞാൻ ജീവിക്കുന്നത്. കൊല്ലത്തെ ഏത് നാട്ടിൻപുറം നോക്കിയാലും, അതായത് ഇവിടെ ഈ പെരുന്നാട് കലാപം നടക്കുന്നത് ആരെങ്കിലും കയറി ആക്രമിച്ചിട്ടൊന്നുമല്ല. ഈ പുലയർ പള്ളിക്കൂടത്തിൽ പോയാ ദൈവം കോപിക്കുന്നോർത്ത് ഒരു സവർണ മാടമ്പി ഈ വാർത്ത കേട്ട അന്ന് തന്നെ അങ്ങ് മരിച്ചു പോവാ, വെറുതെ അങ്ങ് മരിച്ചു പോവാ. അപ്പൊ അവിടെ അങ്ങനെയാണ് ആ കലാപം ഉണ്ടായതെന്നാണ് ചേച്ചിപ്പി ചെന്താർ ശരിമാഷ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ സ്വയംവരം എന്ന് പറയുന്ന സിനിമ അറുപിന്തിരിപ്പനായ ഒരു സിനിമയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എലിപ്പത്തായത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ഇര ദുർബലമാണെന്നാണ്. അതായത് ഈ പറയുന്ന സവർണത, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മഴ പെയ്ത് വെള്ളം കിടക്കുന്ന വേണ്ട, അയാൾ കുറച്ചു നേരം നോക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം. ഇങ്ങനെയാണോ കേരളത്തിലെ സവർണത? അവരും കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാറും വാങ്ങി ഇറ്റലിയിലും ജർമ്മനിലും സെറ്റിൽ ചെയ്ത് വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി സ്വത്തിലും അധികാരത്തിലും ആധുനികതയ്ക്കൊപ്പം അധികാരത്തിൽ വന്നപ്പോൾ ഇര ദുർബലമായി, നിങ്ങൾ അവരോടൊന്നും ഇനി സമരം ചെയ്യേണ്ടതൊന്നുമില്ല എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണയാണ് എലിപ്പത്തായം പ്രചരിപ്പിച്ചത്. തന്നെയുമല്ല, നമ്മൾ ഈ പറയുന്ന മഹാമഹത്വമൊന്നും അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾക്ക് ഇല്ല. ഏറ്റവും അവസാനം ദിലീപിനെയും കാവ്യമാധവനെയും വെച്ച ഒരു സിനിമ എടുത്തല്ലോ, സിനിമയുടെ പേര് ഞാൻ മറന്നു. പിന്നെയും ആ സിനിമയാണല്ലോ ഇദ്ദേഹത്തിന്റെ പ്രതിഭ പൂത്തൊലിഞ്ഞ സിനിമയാണല്ലോ. ആ സിനിമ ഒരു പൈങ്കിളി സിനിമയല്ലേ? ഒരു സാധാരണ നിലവാരത്തിന് താഴെ ഒരു പൈങ്കിളി സിനിമയായിട്ട് എനിക്ക് പിന്നെ എന്നുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയെ കാണാൻ പറ്റും. പിന്നെ KG ശങ്കരപ്പിള്ള മാഷ് പറഞ്ഞ പോലെ ആളുകൾ കണ്ടാണ് സാർ കടലുകൾ ഇങ്ങനെ വലുതായി പോകുന്നത്, അതിനപ്പുറത്തേക്കൊന്നും വലിയ മഹത്വമൊന്നും അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയ്ക്ക് ഇല്ലെന്ന് ഞാൻ പലവട്ടം തിരിച്ചും മറിച്ചും കണ്ടു നോക്കിയ ഒരാളാണ്. പിന്നെ ഈ കഥകളിയുടെയൊക്കെ പാരമ്പര്യത്തിൽ വന്നുകൊണ്ട് ഇങ്ങനെ വളരെ സ്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ മൊബൈലിലൊക്കെ ഈ സ്ക്രീൻ പ്ലേയുടെ സ്പീഡ് 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ ആക്കാവുന്നുള്ളത് വലിയൊരു ഗുണമാണ്. ഞാനത് 3 ഇരട്ടിയൊക്കെ ആക്കിയിട്ടാണ് സിനിമ കണ്ടു തീർത്തത്. അല്ലെങ്കിൽ നമുക്ക് വേറെ പണിയുണ്ടല്ലോ. അവിടെ അത് വലിയ മഹത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പരാമർശിക്കായിരുന്നത്. ഓക്കെ. എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ മീനാക്ഷിപുരം എന്ന സ്ഥലത്ത് ഞാനൊക്കെ ഇടപെട്ടതാണ്. ഒരു ഇപ്പോൾ അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു സംഘടനയുടെ ഒരു പേരാണ്. ആ സംഘടന പിന്നീട് നിരോധിക്കുകയുണ്ടായി. എന്നാലും അത് പറയാതിരിക്കുക പറയല്ല. അവിടെ ഈ മീനാക്ഷിപുരത്ത് പാല് പട്ടികജാതി വിഭാഗത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നില്ല. അതിങ്ങനെ ഒരു ചെറിയ പാത്രത്തിനകത്ത് അളന്ന് അവിടെ ഒരു മതിലിൽ കൊണ്ടുവെക്കും. ആ ക്യാഷ് അവിടെ വെള്ളത്തിനകത്ത് ഈ കോയിനോട് കൊടുക്കണം, അതവിടെ ഇടണം. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് അവിടെ നിന്ന് അവിടെ ഞങ്ങൾ സമരം ചെയ്തു. ആ സമരമാണ് മീനാക്ഷിപുരം വലിയൊരു ഏരിയയാണ്. അവിടെ വലിയ സമരം നടത്തിയിരുന്നു. ആ സമരത്തിലൊക്കെ ഞങ്ങൾ ഇടപെട്ട് അവസാനം ഞങ്ങളെ ഓടിച്ചിട്ട് തല്ലി ആണ് ഗുണ്ടകൾ. അപ്പോൾ ഈ സമരത്തിൽ നല്ല അടി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലാണ്. ഞാൻ പറഞ്ഞ 545 വില്ലേജുകളിൽ കേരളത്തിലെ വില്ലേജുകളും കൂടെ പരിശോധിച്ചപ്പോൾ 2% അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നമ്മുടെ ഈ കൊച്ച് കേരളത്തിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ 12% ആളുകൾ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും, 24% പാലക്കാടും വയനാടാണ് താരതമ്യേന കുറവ് ഉണ്ടെന്നുള്ളത്. നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട്. നിങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ലെങ്കിൽ ഈ 1-2 ഈ പറഞ്ഞ ട്രൈബൽ കോളനികളിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊക്കെ ഒരാൾ അവർണനാവണമെന്നില്ല ജാതിക്കെതിരെയുള്ള പോരാട്ടം നടത്തണമെങ്കിൽ. അവർണർക്കും സവർണർക്കും ഒക്കെ സാധ്യമാവുന്നതാണ്. അത് ചെയ്യുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു ആഴമുണ്ട്, നമ്മുടെ സഹജീവികളുടെ സ്നേഹം, ആ സൗഹാർദ്ദം. അതാണ് മേരാക്കാർ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അത്രയും പറയുന്നേ ഉള്ളൂ. അത്ര മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ട് കുട്ടികൾക്ക്? ഇതാണ് നമ്മൾ രാവിലെ പോകുന്നതിൽ പാടുന്നത്. ചണ്ടകർമ്മങ്ങൾ
അതായത് മോശം കർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാം ചണ്ടാല കുലത്തെങ്കിൽ പിറക്കുന്നു എന്നാണ്, മോശം കുലത്ത്. ഇത് തന്നെയാണ് സ്ത്രീകളെ കുറിച്ച്. അജൻ ചെത്തങ്ങ് ഗജമായി മാറുന്നു, ഗജൻ ചെത്തങ്ങ് അജമായി മാറുന്നു, നരൻ ചത്തൊന്ന് അരിയായി മാറുന്നു, നാരി ചത്തുടൻ ഓരിയായി മാറുന്നു. സ്ത്രീവിരുദ്ധതയാ. ആരെഴുതിയത്? പൂന്താനം ജ്ഞാനപ്പാന പാടിയ പുംസ്കോകിലം. അതാണ് പച്ചയാണ് ഇതെന്നാലും പട്ടേരി നോക്കി തന്നേ പന്തിയാവുള്ളൂ എന്ന് ആവുന്നതറിഞ്ഞാൽ. ഇത് ഈ ചങ്ങമ്പുഴയും എന്തൊരു ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇതിനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയേണ്ടത് ഇതെല്ലാം നമ്മളുടെ ഈ വിഷയങ്ങളെയെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട്, ഇത് പ്രദീപൻ പാമ്പരിക്കുന്ന് പറയുന്നത് പോലെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. സിനിമയിൽ ഈ പറയുന്ന തരത്തിൽ സിനിമയിലൂടെ, നാടകങ്ങളിലൂടെ, അതുപോലെ മിമിക്രികളിലൂടെ, കലാരംഗങ്ങൾ, നിങ്ങൾ ഏറ്റവും അടുത്തറിയാം, നിങ്ങളെടുത്ത നമ്മുടെ റിയാലിറ്റി ഷോകൾ കണ്ടോളൂ. നിങ്ങൾ നോക്കിക്കോട്ടെ, ഏറ്റവും അപകടകരമായ രീതിയിൽ ഫാസിസം മതത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ, നമ്മൾ എന്ത് ജീവിക്കണം, എന്ത് ചിന്തിക്കണം എന്ന് പറയുന്നത് മതമാണെന്ന തരത്തിൽ മതാധിഷ്ഠിതമാകുന്ന മതാത്മകമായ രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ അടക്കം മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വേഷവിധാനങ്ങൾ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഉള്ളൂരല്ല, അതിനുശേഷം വന്ന പുതിയ ആധുനിക രാഷ്ട്രീയ ജാതിബോധത്തിൻ്റെ പ്രക്രിയകളാണ്. വേഷമെനിക്ക് എന്തെന്ന് വിധിപ്പത് എന്ന് പറയുന്നത് ഉള്ളൂരിന് ശേഷം അവരത് ഏറ്റെടുത്തു. അത് പാടി ഉള്ളൂർ പോയി. അങ്ങ് പോയിട്ട് ഈ ദേശത്തെക്കുറിച്ച് പറയുന്നത് എന്താ? ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതകമാ അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകൾ. ആ സമയത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് മുണ്ടിന് മുണ്ടെടുക്കാനുള്ള അവകാശമില്ലായിരുന്നു കീഴാളനും എടുത്തിട്ടും. അതാ ഈ അവിടെ ഈ ദേശം ആരുടേതാണെന്നും പൂലെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആരുടേതാണ് ദേശം? ദേശമില്ലാത്ത എനിക്ക് എന്ത്, ഏത് ദേശബോധം, ഏത് ദേശത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഏറ്റവും മനോഹരമായി നിങ്ങളുടെ ഞരമ്പുകളിൽ പ്രതിഷേധത്തിൻ്റെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഈ രാജ്യത്ത് എല്ലാ പ്രതിലോമതകൾക്കെതിരെയും പോരാട്ടം സാധ്യമാകും. ആ വിദ്യാർത്ഥികളാണ് ഉണ്ടാവേണ്ടത്. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവണം, അത്തരം ചിന്തകൾ ഉണ്ടാകണം. നിങ്ങളത് ഏറ്റവും മനോഹരമായി പ്രണയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രണയിക്കുക തന്നെ വേണം. അപ്പോൾ മാത്രമേ ഒരു ജനകീയത സാധ്യമാകൂ എന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ചെറിയ അഭിപ്രായം. അങ്ങനെയാണ്.